ബസ്രയിലെ പ്രസിദ്ധ പണ്ഡിതനും ബുദ്ധിമാനുമായിരുന്നു മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രനായ ഇയാസ് റളിയല്ലാഹു അൻഹു. ഒരിക്കലൊരു നാട്ടുപ്രമാണി അദ്ദേഹത്തെ ഒന്ന് ഉത്തരം മുട്ടിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഇയാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മത്തുണ്ടാക്കുന്ന വസ്തുവിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇത് കേട്ട ഇയാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ഹറാമാണ്. ആഗതൻ ചോദ്യം തുടർന്നു വീണ്ടും ചോദിക്കുകയാണ്, ഹറാമാകാനുള്ള യുക്തി എന്താണ്? താങ്കൾ പറഞ്ഞല്ലോ ഹറാമാണ് എന്ന്. ഹറാമാകാനുള്ള യുക്തി എന്താണ്? മദ്യം വല്ല പഴവും വെള്ളവും ഒക്കെ കൂടി തീയിൽ ചൂടാക്കുന്നതല്ലേ? പഴവും വെള്ളവും ഹറാമുമല്ലല്ലോ, അതെല്ലാം അനുവദനീയവുമാണ്. പിന്നെന്തിന് കള്ള് ഹറാമാക്കണം? ഇത് കേട്ട ഇയാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി വളരെ യുക്തിപൂർവമായിരുന്നു. ഇയാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഒരു കയ്യിൽ വെള്ളമെടുത്ത് നിന്നെ വെള്ളം കൊണ്ട് എറിഞ്ഞാൽ നിനക്ക് വേദനിക്കുമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്ക് വേദനിക്കുകയില്ല. ഇയാസ് റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, ഒരു പിടി മണ്ണെടുത്ത് എറിഞ്ഞാലോ നിനക്ക് വേദനിക്കുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്ക് വേദനിക്കുകയില്ല. ഇയാസ് റളിയല്ലാഹു അൻഹു ആ ആഗതനോട് വീണ്ടും ചോദിക്കുകയാണ്, ഒരു പിടി വൈക്കോലെടുത്ത് എറിഞ്ഞാൽ താങ്കൾക്ക് വേദനിക്കുമോ? ആ ആഗതൻ പറഞ്ഞു, ഇല്ല, ഒരിക്കലും വേദനിക്കുകയില്ല. ബഹുമാനപ്പെട്ട ഇയാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ആ വൈക്കോലും മണ്ണും വെള്ളവും ചേർത്ത് നന്നായി കുഴച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ആ കട്ട കൊണ്ട് നിന്നെ എറിഞ്ഞാൽ നിനക്ക് വേദനിക്കുമോ? അപ്പോൾ ആഗതൻ പറഞ്ഞു, അതെ, എനിക്ക് വേദനിക്കും, ചിലപ്പോൾ ഞാൻ മരിച്ചെന്നും വരും. ഇപ്രകാരം തന്നെയാണ് കള്ളും. അതിലെ ഓരോ ചേരുവകളും വെവ്വേറെ ശുദ്ധമാണ്, പക്ഷേ അത് കള്ളാകുന്ന വിധത്തിൽ ഒരുമിച്ചു കൂട്ടിയാൽ ഹറാമുമാണ്. ബഹുമാനപ്പെട്ട ഇയാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ബുദ്ധിപൂർവമായ മറുപടി കേട്ടുകൊണ്ട് ആ ആഗതൻ തിരിച്ചു നടന്നു.